സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വന്ന വിഷയം, ഒരു കാലത്ത് കേരളത്തിൽ മാസത്തിൽ 2 തവണയെങ്കിലും ഹിന്ദി സിനിമയോ തെലുങ്ക് സിനിമയോ തമിഴ് സിനിമയോ ഉണ്ടാകാറുണ്ട്. അത്യാവശ്യം കന്നഡ സിനിമകൾ ഡബ് ചെയ്തിട്ട് വരുന്നുണ്ട്. കന്നഡൻ്റെ നമുക്ക് വിടും, ബാക്കി 3 മാസത്തിൽ 1-2 പ്രാവശ്യം ഏതെങ്കിലും ഒരു സിനിമയായിട്ട് ഉണ്ടാവും. അത് ഒന്നുകിൽ ചിരഞ്ജീവിൻ്റെ പടം, നാഗാർജുനൻ്റെ അല്ലെങ്കിൽ വെങ്കടേഷിൻ്റെ, അതിൽ തമിഴിൽ കമലഹാസൻ, രജനീകാന്ത്, സത്യരാജ്, വിജയകാന്ത്, പ്രഭു, അങ്ങനെ കുറേ നടന്മാരുടെ പടങ്ങളുണ്ടാവും. അതുപോലെ ഹിന്ദിയിൽ അമിതാഭ് ബച്ചൻ, വിനോദ് ഖന്ന, ധർമ്മേന്ദ്ര, ശത്രുഘ്നൻ സിൻഹ, അങ്ങനെ കുറേ ആൾക്കാർ ഹിന്ദി പാടും. ഇപ്പോൾ കേരളത്തിലെ ചുവരിൽ പോസ്റ്റർ നോക്കിയാൽ ഒരു തമിഴ് പടവുമില്ല, ഒരു തെലുങ്ക് പടവുമില്ല, ഒരു ഹിന്ദി പടവുമില്ല. എല്ലാ അണ്ടൻ്റെയും അടകോടൻ്റെയും കുറേ മലയാള സിനിമകൾ ഇങ്ങനെ പോസ്റ്റർ ഒട്ടിക്കും, നോട്ടീസുമാർ ഒട്ടിക്കും. 2 ദിവസം കഴിയുമ്പോൾ നോട്ടീസ് കാണില്ല, വേറെ പടം. അങ്ങനെ ഇപ്പം വരുന്നത്. എന്തിനാ നമ്മളെ മമ്മൂട്ടി മോഹൻലാലിൻ്റെ പടം വരെ ഇപ്പോൾ ഒരാഴ്ചയിൽ കൂടുതൽ പോസ്റ്ററിൽ ചുമരിൽ പോസ്റ്റർ കാണാറില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ മലയാള സിനിമ ഇങ്ങനെ ആഴ്ച തോറും 2 ദിവസം കൂടും വരും പോവും അങ്ങനെ. മറ്റ് ഭാഷാ സിനിമകളില്ല. ഇതിലെന്തോ ഒരു ചതിയുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സിനിമാ സംഘടന ഈ മലയാള സിനിമ ഓടാൻ വേണ്ടിയിട്ട് തമിഴ്, തെലുങ്ക്, ഹിന്ദി പടങ്ങൾ എടുക്കുന്നത് നിർത്തിവെച്ച് തോന്നുന്നുണ്ട്. എടുക്കണ്ടെന്ന് പറഞ്ഞാൽ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വരാതിരിക്കില്ല. ഒരു ഹിന്ദി നടൻ്റെ പടമില്ലല്ലോ ഇപ്പോൾ, ഒരു തമിഴ് നടൻ്റെ പടമില്ല. തെലുങ്കിൻ്റെ ചിരഞ്ജീവിൻ്റെ നാട്ടിലിപ്പോൾ ചിരഞ്ജീവി അല്ലെങ്കിൽ വേറെ നടന്മാരുണ്ടല്ലോ ഇഷ്ടം പോലെ അവിടെ. മറ്റേ അല്ലു അർജുൻ, ചിരഞ്ജീവിൻ്റെ മകൻ, കൃഷ്ണയുടെ മകൻ, അങ്ങനെ കുറേ മക്കളുണ്ടല്ലോ ഇപ്പോൾ, ജൂനിയർ NTR, അവരൊന്നും പടം ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. അതുപോലെ തമിഴിലെ കുറേ പുതിയ നടന്മാരില്ല, വേറെ പടങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിലെന്തോ ഒരു പണിയെടുത്ത് വെച്ചിട്ട് സിനിമാ സംഘടനകൾ എന്തോ പണിയെടുത്ത് വെച്ചിട്ടുണ്ട് അന്യഭാഷാ സിനിമകൾ ഇറക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അന്യഭാഷാ സിനിമകൾ ഇറക്കിയിട്ട് മലയാള സിനിമകൾ നിരോധിക്കാനാവില്ല. ഒരു നിലവാരമില്ലാത്ത മലയാള സിനിമയാണ്. ആ സിനിമ കംപ്ലീറ്റ് അങ്ങ് നിർത്തിക്കളയാ. അതിൻ്റെ പണ്ട് കാലത്തുള്ള മാതിരി പണ്ട് അങ്ങനെയാണ്. നസീർ സാറും സത്യമാഷും വരുമ്പോൾ മുമ്പ് ഇവിടെ തമിഴ് ഹിന്ദി പിക്ചർ കളിക്കാൻ, അതുപോലെ ഹിന്ദിയും തമിഴും തെലുങ്കും കൂടെ കളിച്ചിട്ട് മലയാളം നിർത്തലാനല്ല. മമ്മൂട്ടിൻ്റെ മോഹൻലാലിൻ്റെ പടം നിർത്തിക്കാനാണ്. വെറുതെ കണ്ടിട്ട് ആൾക്കാരെ പൈസ കൊടുത്ത് ആൾക്കാർ ചീത്ത പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തു. ഓക്കെ.